നമസ്കാരം. വീട്ടിലേക്കൊരു 10 താറാവിനെ വാങ്ങാൻ വന്ന ഇവിടെ വന്ന് കണ്ടപ്പോൾ വളരെ ആശ്ചര്യവും ആനന്ദവും ഒക്കെ കണ്ട്. കാരണം ഒരു വല്ലാത്തൊരു കാഴ്ച. നമ്മൾ ഇതുവരെ കാണാത്ത കുറേ കാര്യങ്ങളാണ് ഇവിടെ കാണുന്നത്. വളരെയധികം എത്ര എണ്ണം ഉണ്ടെന്ന് നമുക്ക് ഇവരോട് ചോദിക്കാം. നമ്മളിപ്പോഴുള്ളത് ആലപ്പുഴ ജില്ലയിലെ ചെന്നിത്തല എന്ന് പറയുന്ന സ്ഥലത്തെ കുഞ്ഞൂട്ടിയച്ചാൻ്റെ വീട്ടിലാണ്. നമുക്ക് അദ്ദേഹത്തിനോട് തന്നെ ഇതിൻ്റെ കൂടുതൽ കാര്യങ്ങൾ ചോദിക്കാം. ഇവിടെ വന്ന് കണ്ടപ്പോൾ ഞങ്ങൾക്ക് വലിയ അതിശയം തോന്നുന്നു. കാരണം നമ്മൾ ഇങ്ങനൊരു കാര്യങ്ങൾ ഇതുവരെ ജീവിതത്തിൽ കണ്ടിട്ടില്ല. ഇത്രയും ഇങ്ങനെ വീഡിയോയിലൊക്കെ കണ്ടിട്ടുണ്ടെങ്കിലും നേരിട്ട് കാണുന്ന വളരെ ആശ്ചര്യമായിട്ട് തോന്നുന്നു. വലിയ അതിശയം. മോനെ, ഞങ്ങളെന്ന് വെച്ചാലേ എൻ്റെ ജീവിതത്തിൽ എൻ്റെ അപ്പന്മാരുടെ കാലം പോലെ ഈ താറാവ് കൃഷിയാണ്. ഞങ്ങളുടെ കുടുംബങ്ങളെല്ലാം ഇതുകൊണ്ടാണ് ഞങ്ങൾ യുവജീവനം കഴിഞ്ഞു പോകുന്നത്. താറാവ് ഒരു കാരണത്താലും ദോഷം വരുന്ന സാധനമല്ല. പക്ഷേ എങ്കിൽ ഇതൊരു വലിയ കാഴ്ചയാണ്. പക്ഷിപ്പനി എന്നൊക്കെ പറഞ്ഞ് മനുഷ്യൻ ഉണ്ടാക്കുന്നില്ലയോ? പക്ഷിപ്പനി ഒന്നും താറാവിനില്ല. ഇല്ല. ഞാൻ എനിക്കിപ്പോൾ 68 വയസ്സുണ്ട്. ഇന്ന് താറാവിന് പണ്ട് അസുഖം വന്നിട്ടുണ്ട് 1972. അന്ന് താറാവെല്ലാം നിശേഷം നയിച്ചു പോകും. അന്ന് പക്ഷിപ്പനി ഉണ്ടോ? ഇല്ല. ഇപ്പോഴായി പക്ഷിപ്പനി വന്നത്. ഇപ്പൊ ഇത് കഴിഞ്ഞ് ഈ പക്ഷിപ്പനി വന്നോണ്ട് ഇതിന് കുറെ നിരോധനങ്ങളും കാരണം. അയ്യോ, അത് എത്രയോ കുടുംബങ്ങൾ അന്ധകാരത്തിലായി മോനെ. മുട്ട കച്ചവടമില്ല, താറാവിന്റെ കച്ചവടമില്ല. ഇതിനെ ഡ്രസ് ചെയ്യുന്ന പെണ്ണുങ്ങൾ 10,000 കണക്കിനുണ്ട്. ഇതിനെ പറിച്ചു കൊടുക്കുന്നവർ എല്ലാം പട്ടിണിയായിരുന്നു. താറാവിനെ തീറ്റാൻ പോകാൻ ആളില്ല, താറാവില്ല. എല്ലാ കുടുംബങ്ങളെല്ലാം പട്ടിണിയായിരുന്നു. ഇപ്പൊ ഏതായാലും അതിൽ നിന്നൊക്കെ ഒരു നിയമങ്ങളൊക്കെ മാറ്റി ഇപ്പം വീണ്ടും സജീവമായി വരും. തുടങ്ങി. ഡിസംബർ 31 വരെ നിരോധനമായിരുന്നു. ഡിസംബർ 31 കഴിഞ്ഞപ്പം ഇപ്പം നിരോധനമെല്ലാം കഴിഞ്ഞ് എല്ലായിടത്തും മുട്ട വെച്ച് തുടങ്ങി, കുഞ്ഞിറക്കി തുടങ്ങി, താറാവിനെ എടുക്കാൻ തുടങ്ങി. ഇപ്പം നമ്മൾ ഇതുവരെ കൂട്ടിക്കൊണ്ടിരുന്നത് കർണാടകത്തിൽ നിന്നും ആന്ധ്രയിൽ നിന്നും വരുന്ന പഴുത്ത താറാവാണ് തിന്നത്. അത് ശരി. അത് നമ്മുടെ താറാവെന്ന് വെച്ചാൽ കേരളത്തിലുള്ള താറാവാണ് നല്ല താറാവ്. അത് അവിടെ വരുന്ന താറാവ് വരവ് താറാവെന്ന് വെച്ചാൽ ആന്ധ്ര താറാവാണ്. അത് കൂടിപ്പോയാൽ 1/2 കിലോ കാണും, അല്ല 3/4 കിലോ കാണും. അതായിപ്പോൾ വരുന്ന താറാവിന് പകരം വരുന്ന താറാവ് അതാ. ഇതിപ്പോൾ ഒരു ഉദ്ദേശം എത്ര എണ്ണം ഉണ്ടാകുന്ന? അത് 10,000 ഉണ്ട്. 10,000. ഞങ്ങൾക്ക് അതൊക്കെയാണ് വലിയ അതിശയമായിട്ട് തോന്നുന്നത്. 10,000 താറാവിനെ ഒന്നും ഞങ്ങൾ ഇതുവരെ കണ്ടിട്ടില്ല, ഒന്നിച്ച് കണ്ടിട്ടില്ല. അപ്പോൾ അത് തന്നെ ഈ ഒരു കാഴ്ച വളരെ മനോഹരമായിട്ടാണ്. ഞങ്ങൾ മിക്ക കുടുംബങ്ങൾ ഈ തൊഴിലിനോട് ഇവിടെ പറഞ്ഞു. എന്ന് വെച്ചാൽ ഗവൺമെൻറ് സഹായിക്കാൻ മുൻപോട്ട് വരുന്നില്ല. സഹായിക്കാൻ മുന്നോട്ട് വരുന്നില്ല. ഞാനാണ് ഇതിന് മുമ്പ് പണ്ട് 13 ദിവസം നിരാകാരം കിടന്നതാണ്. അത് ശരി. താറാവ് കൃഷിക്ക് വേണ്ടിയിട്ട്. അത് ശരി. അച്ഛാ, എൻ്റെ പേര് കുഞ്ഞുകുട്ടി എന്നാണ്. യൂറിയസ് കുഞ്ഞുകുട്ടി എന്നാണ് അറിയപ്പെടുന്നത്. അതെ. ഞാൻ ഇന്നലെ തുടങ്ങിയാൽ അപ്പന്മാരുടെ കാലം മുതൽ താറാവാണ്. അതെ. ഞങ്ങളെല്ലാം ഈ താറാവ് കൊണ്ടായി വളർത്തിയത്. നമ്മളിപ്പോൾ ഒരു വീട്ടിൽ വളർത്തിയാലും 10 കോഴി ഉണ്ടെങ്കിലും 10 താറാവ് ഉണ്ടെങ്കിലും ഒരു കുടുംബം ജീവിക്കാം. അതെ. അത് താറാവിനെ വളർത്തേണ്ട പോലെ വളർത്തണം. നമ്മുടെ വീട്ടിൽ നമ്മൾ ഒരു 10-20 എണ്ണത്തിനെ വളർത്തുന്നുണ്ടായിരുന്നു. അതൊക്കെ ഒരുമാതിരി നല്ല പ്രായമായതുകൊണ്ട് നമ്മളതിനെ എല്ലാം ഇപ്പോൾ ഒഴിവാക്കി. ഇപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ പുതിയതായിട്ട് കുറച്ച് ചെറുതിനെ വാങ്ങിയിടാമെന്ന് വിചാരിച്ചത്. അങ്ങനെയാണ് ഞങ്ങളിവിടെ എത്തിപ്പെട്ടത്. ഇതിന് വാക്സിനേഷൻ ഒക്കെ എടുത്താണ്? കാരണം നമ്മൾ വീട്ടിൽ കൊണ്ടുപോകുന്നുണ്ടല്ലോ, അതുകൊണ്ടാണ് നമ്മൾ അങ്ങനെ പ്രത്യേകിച്ച് ചോദിച്ചത്. ഇപ്പം ഇതിന് അപ്പോൾ മറ്റു രോഗങ്ങളൊന്നും വരാതിരിക്കാനുള്ള ഒരു എല്ലാം കൊടുത്തുള്ളതുണ്ട്. താറാവിന് അങ്ങനെ രോഗമൊന്നും വരത്തില്ല. അഥവാ നമ്മളിപ്പോൾ ഓരോ വീടുകളിൽ കൊണ്ടുപോയാലേ 50 എണ്ണം 60 എണ്ണം 10 എണ്ണമൊക്കെ ഓരോ വീടുകളിൽ വളർത്തും. ഇപ്പം മിക്ക വീടുകളിലും താറാവിനെ വളർത്തുന്നുണ്ട്. താറാവെന്ന് വെച്ചാലേ എല്ലാ വീട്ടിലും പെണ്ണുങ്ങളുടെ 10 പൈസ കാണും. 10 കോഴിയായി 10 താറാവായി എല്ലായിടത്തും വളർത്തി. ഇതിപ്പോൾ ഇവിടെ ഇവർ ആഹാരം കൊടുത്തിട്ട് ഈ തോട്ടിലോട്ട് വിടുകയാണ്. അത് നിർത്തുവാ. ഈ സ്ക്രീനിൽ കാണുന്ന നമ്പറാണ് അച്ചായൻ്റെത്. കൂടുതൽ അറിയണമെങ്കിൽ അല്ലെങ്കിൽ വാങ്ങാൻ ആഗ്രഹമുള്ളവർ അച്ചായനുമായിട്ട് ബന്ധപ്പെട്ടാൽ മതി. നിർത്താൻ അവിടെ ഇരിക്കട്ടെ.
അവിടെ എത്ര കുറച്ചു അച്ചൻകോവിലാറിൻ്റെ ഒരു കൈവഴിയാണ്. വളരെ മനോഹരമായിട്ടാണ് ഇത് കാണുന്നത്. നല്ല രസമാണ് ഇവിടെ ഇരുന്ന് ഇത് ആസ്വദിക്കാൻ. ഏതായാലും ഈ താറാവിനെ വാങ്ങാൻ വന്നത് ഞങ്ങൾക്കത് മുതൽക്കൂട്ടായി. കാരണം ഇതുപോലൊരു നല്ല സീനറിയും ഇതുപോലുള്ള കാഴ്ചകളും ഒക്കെ കാണാൻ പറ്റിയതിൽ വലിയ സന്തോഷം. ഈ താറാവുകളെ പറ്റി കൂടുതൽ അറിയാനോ അല്ലെങ്കിൽ ഇത് വാങ്ങാനോ ആഗ്രഹമുള്ളവർ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ അച്ചായൻ്റെ നമ്പർ കൊടുത്തേക്കാം. ആ നമ്പറിൽ വിളിച്ചാൽ മതി. നമ്മൾ ആവശ്യപ്പെട്ടതനുസരിച്ച് ഒരു 16 വെള്ളത്താറാവിനെ മാറ്റിയിട്ടിരുന്നു. അതാണ് നമ്മളിപ്പോൾ കൂട്ടിലോട്ടാക്കിയത്. അപ്പോഴേ ഇത് നമ്മൾ നമ്മുടെ വീട്ടിലോട്ട് കൊണ്ടുപോകാനുള്ള പരിപാടിയാണ്. അങ്ങനെ നമ്മൾ വീട്ടിലെത്തിയിട്ടുണ്ട്. നമുക്കിതിനെ നമ്മുടെ കുളത്തിലോട്ടൊന്ന് കൊണ്ടുവിടാം. നമ്മൾ ഇതിനെ കുളത്തിലോട്ട് വിടുകയാണ്. അതിൻ്റെ പുതിയ ഒരു ലോകത്തിലേക്ക് ഇറങ്ങുക. ഇറങ്ങിക്കോ ഇറങ്ങിക്കോ ഇറങ്ങിക്കോ. ആയി ഇവിടെ ഒരു ഗൂസ് ഉണ്ടായിരുന്നു. അത് മുട്ടയിട്ടിട്ട് അടയിരിക്കുമായിരുന്നു. ഇതിനെ കണ്ടിട്ട് വേഗം ഓടി വന്നു. ഞാൻ കരുതി ഇതിനെ ഉപദ്രവിക്കുന്നു. പക്ഷെങ്കിൽ അത് നേരെ മറിച്ചാണ് സംഭവിച്ചത്. അത് ഈ കുഞ്ഞുങ്ങളെ അങ്ങ് ഏറ്റെടുക്കുകയാണ് ചെയ്തത്. ഇപ്പോൾ അത് മുഴുവൻ സമയം അതിനെയും കൊണ്ട് നടക്കുകയാണ്. എൻ്റെ കൂട്ടിലോട്ട് കൊണ്ടുപോകുന്നതും ആഹാരം കൊടുക്കുന്നതും എല്ലാം ഇപ്പം ഇതാണ് ചെയ്യുന്നത്. അതായത് സ്വന്തം കുട്ടികളെ എങ്ങനെ നോക്കുന്നോ അതുപോലെ തന്നെയാണ്. ഇതിൻ്റെ ഇടയ്ക്ക് ഒരു കടൽക്കാക്ക വന്ന് അപ്പോൾ ഭയങ്കര രൗദ്രമായിട്ട് ചാടി അതിനെ ഓടിക്കുന്നത് കണ്ട്. അതാണ്ട് ഇപ്പോൾ കൂട്ടിലോട്ട് കൊണ്ടുപോയി അതിന് ആഹാരം കൊടുക്കുന്ന എല്ലാം ഈ താറാവാണ്. അതൊരു അമ്മയുടെ സ്ഥാനത്ത് നിന്നെല്ലാം ചെയ്യുന്നുണ്ട് ഇപ്പോൾ. നമ്മുടെ ഇവിടുത്തെ കൂട് ഈ കുളത്തിൻ്റെ അടിയിൽ നിന്ന് ഒരു അണ്ടർ പാസേജ് ഉണ്ട്. അതുവഴിയായിട്ടാണ് ഈ കൂട്ടിലോട്ട് വരുന്നത്. അപ്പോൾ നമ്മൾ കൂട്ടിൽ ഇതിന് ആഹാരം വെച്ചിട്ടുണ്ടാവും. അതിനാവശ്യമുള്ളപ്പോൾ കയറി വരിക, കഴിക്കാം, പിന്നെ അതുപോലെ തന്നെ തിരിച്ച് ഇറങ്ങിപ്പോവാം. അങ്ങനെ ഒരു സംവിധാനമാണ് ചെയ്തിരിക്കുന്നത്. അതുകൊണ്ട് നമുക്കിതിനെ പ്രത്യേകിച്ച് കെയറൊന്നും കൊടുക്കണ്ട. അതിനെ നോക്കാനോ അത് കൂട്ടിക്കയറ്റാനോ അങ്ങനെയുള്ള യാതൊരു കാര്യവുമില്ല. അത് സന്ധ്യയാകുമ്പോൾ തനിയെ അതിൽ കയറി ഇരുന്നോളൂ. അതുപോലെ നമ്മളിപ്പോൾ കൂടൊന്നും അടയ്ക്കാറില്ല. അത് ഇഷ്ടമുള്ളപ്പോൾ കയറും ഇറങ്ങുക. ആ ഒരു സിസ്റ്റമാണ്. ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്തും കമൻറ്റ് ചെയ്തും സപ്പോർട്ട് ചെയ്യണേ.